അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു CPM ധാർഷ്ട്യമാണ് ഗവൺമെന്റ് അടിയിൽ കാണുന്നത്. അവര് വീണ് കിടക്കുകയാണ്. ആ വീണ് കിടക്കുന്ന മനുഷ്യനെ അടിച്ചു കൊല്ലാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങളാണ് നടന്നത്. ഏത് പാർട്ടി പ്രവർത്തകനോ ഏത് പൊതുജനത്തിനോ ഒന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിലൊരു പുനരന്വേഷണം വേണമെന്ന് സതീശൻ ആവശ്യപ്പെടുന്ന പ്രസ് കോൺഫറൻസിന്റെ വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, കണ്ണുകൾ വികാരാധീനമാകുന്നായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയാണ്. ഒരു കാരണമില്ല, നമ്മൾ എല്ലാവരും കാണിക്കുന്നതാണ്. കരിങ്കൊടി പ്രവർത്തനമോ അല്ലെങ്കിൽ നമ്മൾ തടയാൻ നോക്കലൊക്കെ കാണിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെ അടിച്ച് തമ്പോറാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഷൗക്കത്ത് അലി സാറ് പറഞ്ഞിരിക്കുന്ന പോലെ അതിലൊരു പുനരന്വേഷണം വേണം. അവിടെ കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തി പോലീസുകാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവരൊന്ന് ജയിലിൽ കിടക്കട്ടെ എന്ന് ഇത്രയും നാളും പിണറായിയുടെ കൂടെ നടന്ന് കൊഴുത്ത് വീർത്തിരുന്നതാണല്ലോ. പോലീസിലെ കിടന്ന് എണ്ണി പഠിക്കട്ടെ, അഴിയെണ്ണി പഠിക്കട്ടെ നമ്മൾ പറയുമല്ലോ. കൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പലർക്കും വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാന്നറിയാം. പേഴ്സണൽ സ്റ്റാഫ് ആയിരിക്കുമ്പോൾ അവർക്ക് ധാരാളം പൈസ കിട്ടും, പെൻഷൻ കിട്ടും. അപ്പോൾ അതുമൊക്കെ വേണ്ട. ഇനിയിപ്പോൾ അദ്ദേഹവും സാധാരണ ജനത്തെ പോലെ ജീവിക്കട്ടെ. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളുടെ മുഖ്യമന്ത്രി VD സതീശൻ അവർ പറഞ്ഞിരിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫ് 4 വർഷം തികയ്ക്കണം. 2 വർഷം തികഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തീവ്രത അളക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചൊരു മാഡം ഉണ്ടല്ലോ, ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരുടെ മരുമകളെ കൊടുന്ന് കുക്കാക്കി വെച്ചു. പേഴ്സണൽ കുക്കായിട്ട് അവരുടെ ഔദ്യോഗിക വസതിയിൽ കുക്കായിട്ട് വെച്ചു. കാരണം ശമ്പളം അവർക്ക് അത് വേണ്ട, ഇഷ്ടം പോലെ കിമ്പളമൊക്കെ കിട്ടുമായിരിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. പക്ഷേ അജീവനാന്റെ പെൻഷനാണ് അമ്മായി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തോന്നിയ പോലത്തെ നിയമനങ്ങളായിരുന്നു പേഴ്സണൽ സ്റ്റാഫിലേക്ക്. സതീശൻ പറഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല, നിങ്ങൾ വെച്ചോളൂ, പക്ഷേ ആനുകൂല്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എല്ലാ MLA-മാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഓഫീസിനൊക്കെ വേണ്ടിയിട്ടൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കൊടുക്കാൻ ആർക്കും തടസ്സമില്ല. പക്ഷേ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്നും ജീവനാന്തര കാല തരത്തിലുള്ള വേതനങ്ങളും പെൻഷനുകളും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.